ഉള്ള അരിയൊക്കെ അപ്പോൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പണി പാളി ഗൈസ്, പണി പാളി. ഇതേ കണ്ടോ, റൈസ് താഴെ പോയി മൊത്തത്തിൽ. സ്റ്റേറ്റസ് നോക്കിയപ്പോൾ അതിൽ അഡ്രസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എൻ്റെത് മാത്രം ശരിയായിട്ടില്ലടാ, ആധാർ കാർഡ്. അതെന്താ രണ്ടുപേരും ഒരേ ഡോക്യുമെന്റിൽ സബ്മിറ്റ് ചെയ്ത്? ഐസ്ക്രീം വേണ്ട. എടാ നമ്മളെക്കാട്ടും മെച്ചൂരിറ്റി ആട്ടോ അതിന്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു മൺഡേ ആണ്. മുതലിനെ സ്കൂളിൽ കൊണ്ടാക്കണതിൻ്റെ അംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാവ. ഓക്കെ ഇറങ്ങാം. ഇപ്പം ഞാനാ വൈകിക്കണില്ലേ വ്ളോഗ് എടുത്തിട്ട്. എന്താ ചെയ്യാ, ചൂട് ഭയങ്കര വെയില്. അതാ പോണു കുഞ്ഞാപ്പി. വരുമ്പോ തൈരും പാലും മറക്കരുതേ എഴുതി വെച്ചിട്ടുണ്ടേ. ഉള്ള അരിയൊക്കെ അപ്പോൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ദേ റാക്ക് കാലിയാക്കി നമ്മൾ തന്നെ മൊത്തം റൈസ് എടുത്തു കൊടുത്തു. പണി പാളി ഗൈസ്, പണി പാളി. ഇതേ കണ്ടോ, റൈസ് താഴെ പോയി മൊത്തത്തിൽ. എങ്ങനെ പോയത് കണ്ടോ, ഇതിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോയി, കീറിപ്പോയി കണ്ടോ. ഒരു 1/2 കിലോ അരി പുറത്ത് എന്തായാലും പോയി റോട്ടിൽ. പോട്ടെ, പറഞ്ഞപ്പോൾ ഒന്നും പറയാനൊരു കാര്യമില്ല. വേറെ വലിയ ബാഗ് വാങ്ങണമായിരുന്നു, മണ്ടത്തരം പറ്റിപ്പോയി. ചിന്ന പാക്കറ്റ് പാലെടുത്തിങ്ങളാ? തൈര് ആമാ. അതാ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടി ചെയ്തു. കണ്ടില്ലേ, നമ്മുടെ കവറങ്ങോട്ട് പൊട്ടി, അതിൻ്റെ പിടി പൊട്ടിയിട്ട് മൊത്തം റോട്ടിൽ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും 9:20 പോരണ വഴിക്ക് ബിസ്കോഫ് എന്ന് പറയുന്നൊരു ബിസ്ക്കറ്റ് മേടിച്ചു. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇറങ്ങണതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുള്ളൂ, ഒറിജിനൽ ഇറങ്ങാൻ ചാൻസ് ഒന്നുമില്ല. ഇന്ത്യൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്പനികൾക്കൊക്കെ ഒന്നും ഒരു വിലയില്ലല്ലോ. ഒരു ബിസ്കോഫ് പിടിക്കൂ. 1/2 കിലോയിൽ ഒരു 1/4 കിലോൻ്റെ അടുത്ത്, 1/2 കിലോൻ്റെ അടുത്തെങ്കിലും റൈസ് റോട്ടിൽ പോയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പോരുന്ന നോക്കി കവറിൻ്റെ ഇത് പൊട്ടിപ്പോയി, പിടിക്കണമെന്നില്ലേ തൂക്കണത്, ആ സാധനം പൊട്ടിപ്പോയി, ഒക്കെ പടം നിലത്ത് വീണു. എന്തായാലും കുഞ്ഞുകുട്ടികൾ കടണമായിരിക്കും. അത് 1/2 കിലോ റോട്ടിൽ പോകാൻ കാരണം പോയിട്ട് രസം എന്താ അറിയോ, പിന്നിൽ വരുന്ന ഒരു ബൈക്കാരെ വേണമെന്ന് എഴുതിയിട്ട് അതിൻ്റെ മുൾക്കൊണ്ടനെ കയറ്റി ഇറക്കി. കള്ള ഹിമാറ്. അത് ഈ പൊട്ടാത്ത സാധനം ശരിക്കാണ് പൊട്ടിച്ചിട്ട് വിട്ടു. പക്ഷേ സാധാരണ വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ എടുത്തിട്ട് വെച്ചാൽ മതിയായിരുന്നു. ബൈക്കിൻ്റെ മുകളിൽ പിന്നിൽ വരുന്ന പൊട്ടിച്ചിട്ട് ചോദിക്കാം, ഇത് നമുക്കുള്ളതാ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ ദേഷ്യം. ഞാൻ ഒന്നും മുണ്ടിയില്ല. അതിനപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. ഇനി അവിടെ നിന്നാൽ പണി പാടുന്ന മനസ്സിലായി. അവന് വാവക്കുട്ടിയുടെ മൊത്തം പുസ്തകങ്ങളും കൊണ്ട് കൊടുത്തു. അവിടെ സ്കൂളിലേക്ക് തിരിച്ചു പോന്നു. ഇതേ എല്ലാം പൊതിഞ്ഞ് നെയ്സിലേക്ക് ഒട്ടിച്ച് പേരെഴുതി കൊണ്ടുപോയി കൊടുത്തു. ഇതായിരുന്നു ഇന്നലത്തെ മൊത്തം പണി ഉണ്ടായിരുന്നു. അയ്യോ, ബുക്ക് പൊതിഞ്ഞ് ഒരു വഴിയായി. ഇനി ആ പ്രശ്നമില്ല. ഇനി ഓരോരോ ടൈം ആവുന്ന സമയത്ത് കുട്ടിക്ക് അവർ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ അവർ തന്നെ ബുക്ക് എടുത്ത് കൊടുത്തോളൂ. സമാധാനമായി. അത് ഏറ്റവും കൊണ്ട് കൊടുക്കൽ ഭയങ്കര പാടായിരുന്നു. കാരണം കുട്ടീൻ്റെ ഫ്രണ്ടിൽ വെക്കണം, അതേമാതിരി ബുക്ക് മൊത്തമായിട്ട് എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കണം. കാരണം അത് തൂക്കിയിടാൻ പറ്റില്ല, അത്രയും ഹെവി ആയിട്ടുള്ളൊരു ബാഗ്. എങ്ങനെ തൂക്കിയിട്ടാലും നിലത്ത് തട്ടും. എങ്ങനെയൊക്കെയോ ആ കുട്ടി അത് ഫ്രണ്ടിൽ കഷ്ടപ്പെട്ട് പിടിച്ചിരുന്ന് സ്കൂളിൽ കൊണ്ടുവരെ എത്തിച്ച്. എനിക്കിന്ന് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ, എന്നാൽ പിന്നിൽ വരുന്ന ആ മനുഷ്യൻ അതൊരു കവറാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കിയതിന് ശേഷം ഇത് നിങ്ങളുടെ കവറായിരുന്നോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാരുടെ കവറോ ആയിക്കോട്ടെ, അതിനകത്ത് ഇനിയിപ്പോൾ പൊട്ടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അയാൾക്കറിയില്ലല്ലോ. ആ കവറിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കേണ്ട കാര്യം അയാൾക്കുണ്ടോ? ഒരു സാധാരണ ഒരു പഞ്ചായത്ത് റോഡ് പോലത്തെ റോഡാണ്. ബഹളങ്ങളില്ല, വണ്ടി തിരക്കുകളില്ല, ഒന്നുമില്ല. എൻ്റെ പിന്നാലെ അയാൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് അയാൾ വരുന്നത്. ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞതിന് ശേഷം അത് എടുക്കാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് അവൻ അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റി ഇറക്കണത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ശരിക്കും ഫീൽ ചെയ്തത്. ചില ആൾക്കാർക്ക് സിവിക് സെൻസ്, കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ആണ് അവരുടെ മെയിൻ മെൻറ്റാലിറ്റി എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണത്. ആ ഒരൊറ്റ വണ്ടി കയറ്റി ഇറക്കിയ ഒരൊറ്റ കാരണം കൊണ്ടാണ് 3 പാക്കറ്റ് അരിയുടെ 3 പാക്കറ്റ് പൊട്ടി സാധനം പുറത്തു പോയിട്ടുണ്ട്. എനിക്ക് അയാൾ ആ ചെയ്തതാണ് എന്നെ അങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വേണ്ടേ, എന്തോ തിന്നാൻ വേണമെന്നുള്ള പോലെ ഉണ്ടല്ലോ എക്സ്പ്രഷൻ കണ്ടിട്ട്. നല്ല വിശപ്പുണ്ടോന്ന്, മീൻ വറുത്തിട്ടുണ്ടല്ലോ, മീൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരോ? നല്ല വിശപ്പുണ്ട്, പ്ലീസ്. പിന്നെ ചോറുണ്ടൂടെ? പിന്നെ കഴിക്കണ്ടേ? പിന്നെയും കഴിച്ചോ? ഇപ്പൊ കുറച്ച് കഴിച്ചോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊണ്ടിട്ട് പിന്നെ കഴിച്ചോ? ഉച്ചയ്ക്ക് കഴിച്ചോ? ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ട്, വിശപ്പിന്റെ അസുഖതയുണ്ട്, വിശപ്പിന്റെ അസുഖം ഉണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. കുറച്ച് ചോറും കുറച്ച് മീനും കുറച്ച് അച്ചാറുമായിട്ട് കൊണ്ടു കൊടുക്കട്ടെ. എന്താ കഴിക്കണ്ടേ? എത്ര നേരമായി? 1:45. ഇനി കഴിച്ചൂടെ? മെസ്സേജ് വന്നിട്ടുണ്ട്, എന്ത് കഴിച്ചൂടെ? എന്തോ ചെയ്യും? ഒരു പയ്യണ്ടല്ലോ,
തടി ശക്തി ഒരു പയ്യൻ അപ്പോൾ ഈ കോമേഴ്സിൽ എല്ലാവരും ജയിച്ചു, അവൻ ഒഴിയ, അവൻ മാത്രമേ പോയിട്ടുള്ളൂ ബിസിനസ് സ്റ്റഡീസിൽ. പക്ഷെ അവൻ എൻ്റെ അടുത്ത് എക്സാം കഴിഞ്ഞ് വന്നന്ന് ഇതുപോലെ നന്നായി എഴുതിയിട്ടുണ്ട് മിസ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വൺ വേർഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയാൽ അത് ക്ലിയർ ആവും. അവൻ ഫെയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി. ഫെയിലാവും വിചാരിച്ചവരൊക്കെ പാസ്സായി, ഇവൻ ഒരുത്തനെ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഗെറ്റ് ത്രൂ ചെയ്തു. അപ്പോൾ അവൻ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നു. ആ റീവാലുവേഷൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എന്നോട് വാല്യുവേറ്റ് ചെയ്ത് പറയാൻ പറയാം. എന്താ വേറെ പണിയില്ലേ? ഇപ്പോൾ ഏതാ ക്വസ്റ്റ്യൻസ് ABC ടൈപ്പാണ്, ഓരോരുത്തർക്കും ഓരോരോ മോഡലാണ് ക്വസ്റ്റ്യൻസ്, എല്ലാവർക്കും ഒരേപോലെ ആവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അവരടുത്ത് പറയാമല്ലോ, എന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇയാളല്ലേ ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ളൂ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും. മാർക്കിൻ്റെ കാര്യത്തിലും എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ ഇയാളല്ലേ അത്യാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ളത് ബെറ്റർ ടീച്ചറാണെന്നുള്ളത്. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ന്യൂ ടീച്ചറെ ജോയിൻ ചെയ്യോ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആയിരിക്കും എടുക്കണത്. പക്ഷെ വിവരം വേണ്ടേ? എല്ലാ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും നല്ല ടോപ്പ് നോച്ച് നോളജ് ഉണ്ടായിരിക്കുമോ? എനിക്കിപ്പോൾ അത്ര നോളജ് ഉണ്ടെന്ന് ഞാൻ പറയാൻ വരും. ഇയാൾക്ക് റിവ്യൂ കിട്ടിയോ? ഇയാൾ പോസിറ്റീവായി കിട്ടിയോ? ഇയാള് എഴുതിച്ചാല് 99% ഒക്കെ ജയിച്ചില്ലേ? അത് കറക്റ്റാണ്. അപ്പൊ പിന്നെ അപ്പോ നമ്മളിത് അവിടെ ചോറ് വിളമ്പി 2 മണി അല്ല എന്താ ഹലോ, നമ്മൾ സാധാരണ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം കഴിക്കുക. എനിക്ക് തോന്നി കഴിച്ചു. ഉൾട്ടാ നമ്മളിതവിടെ തക്കാളി മുരിങ്ങക്കായ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ട്, ആൻഡ് ദെൻ തൈരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. വളരെ സിമ്പിൾ ലഞ്ചാണ്. ഈ കറിയില്ലേ ഇയാളുണ്ടാക്കിയ ഉള്ളി തക്കാളി മസാല വേറെ ലെവൽ ടേസ്റ്റ് ആട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ കിട്ടിലെ സ്റ്റേറ്റസ് നോക്കിയപ്പോൾ അതിൽ അഡ്രസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് എടുക്കണം, അത് അവിടെ പോയാലേ കിട്ടുള്ളൂ. എന്താ അഡ്രസ് ഒക്കെ കറക്റ്റ് ആയോ? എൻ്റെത് മാത്രമേ ശരിയായിട്ടില്ലടാ. ആധാർ കാർഡ് അതെന്താ 2 പേരും ഒരേ ഡോക്യുമെന്റിൽ സബ്മിറ്റ് ചെയ്ത്? അതാ എനിക്കും അറിയാത്ത. എന്താ എൻ്റെ ആധാർ കാർഡ് മാത്രം റെഡി ആവാത്ത? നിങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് വന്നല്ലോ. എനിക്ക് അതാ സംശയം. എൻ്റെ അത് കളർ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു അത്രേ, അതായത് കളറിലുള്ള പ്രൂഫ് കൊടുക്കണമായിരുന്നു എന്നാണ്. എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇനി 2ാമതും പോകണം, കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ 2ാമത് പോകേണ്ട അവസ്ഥയാണ്. ടോക്കൺ എടുക്കുമ്പോൾ ഞാനും കൂടി വരണ്ടേ? വന്നാൽ നന്നായിരിക്കും. 2 ടോക്കൺ കിട്ടുള്ളൂ. ശരിയാ. അയ്യോ തക്കൂടല്ലേ, ഒന്ന് വായോ. വെയിലത്ത് പോടുന്നത് ആലോചിച്ചിട്ടാണ്, അല്ലാതെ വരണേല് എനിക്ക് തെണ്ടാൻ ഭയങ്കര ഇഷ്ടം, അതറിയാലോ. പക്ഷെ വെയിലായി ഇങ്ങനെ ഇത്ര ചുട്ട് പൊള്ളണ വെയിൽ പറ്റുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം പോയല്ലേ പറ്റുള്ളൂ. ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? എന്തെന്ന് 2 പേരും ഒരേ ഡോക്യുമെന്റ് കൊടുത്തിട്ട്? അയ്യോ, ഇത് ഗവൺമെന്റ് കാര്യമാണ്. ഗവൺമെന്റ് ഏതിന്റെ ആയാലും എല്ലാം തൊലിഞ്ഞ പരിപാടികൾ അവിടെ നടക്കുള്ളൂ. ഒരെണ്ണമായി ഇന്നൊന്ന് ഫെയിലായി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടല്ലേ, അങ്ങനെയൊക്കെ നടക്കൂ. വാവക്കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരാനുള്ള നേരമായി 3 മണിയായി. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം. നമ്മുടെ സഞ്ചിയിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് പോയ അരിയുടെ പാക്കറ്റ്, ആ അരി ഇപ്പോഴും റോട്ടിൽ തന്നെ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. ആ കവർ പൊട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറുതെ. നിങ്ങളെന്താ മത്തനും കൊണ്ട് കാണിക്കാൻ പോണേ? പോണ വഴിക്ക് ആ അരി റോട്ടിൽ പോയത് അവിടെ ഉണ്ടോന്ന് നോക്കുകയും ചെയ്യണം. കൊറേ പോയോ? ഇല്ല, ഒരു 1/2 കിലോന്റെ അടുത്ത് പോയി കാണും തോന്നുന്നു, അറിയില്ല. എന്തെങ്ങനെ പോവാൻ കാരണം? ആ കവറിന്റെ 2 പിടിയാണ് പൊട്ടി. ഞാൻ എന്ത് ചെയ്യാനാ? ആ കുട്ടി ഇതുണ്ടോ ഇവിടെ ആയിട്ടേ, ഈ ഭാഗത്തായിട്ട് ഇന്ന് രാവിലെ അച്ഛൻ അരി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അരി പൊട്ടിച്ചാടി പോയി സഞ്ചിന്ന്. ഈ ഭാഗത്ത് എവിടെയോ പോയി, അത് ഇപ്പൊ കാണാനില്ല. എന്തേ ഇങ്ങനെ പോന്നേ? അതിൻ്റെ അടുത്തേക്ക് ചെല്ലായിരുന്നില്ലേ? അങ്ങോട്ട് പോയി. ആ വാവ കയറി വാലടച്ച് പേടിച്ചിട്ട് അതുകൊണ്ട് ഇത് പോയി. സാറില്ല, വാ നമുക്ക് വെള്ളം കുടിക്കാം. ആ മാമുണ്ടാ, എത്ര പണിയുണ്ട്. അതാ ചീത്ത പറഞ്ഞ ആ കുട്ടിക്ക് കൊടുക്കട ഐസ്ക്രീം. ആദ്യം കുറച്ച് ചൂടുകളൊക്കെ കൊടുക്കുക. ഓ, ജലദോഷം പിടിച്ചിട്ടുണ്ട്, ഐസ്ക്രീം തിന്നണ്ടാന്ന്. ആരപ്പത്? എടാ, നമ്മളെക്കാട്ടും മെച്ചൂരിറ്റി ആട്ടോ അതിന്. എന്താ ബാബ പറഞ്ഞ? വെജിറ്റബിളും ഫ്രൂട്ട്സേ ഇഷ്ടമുള്ളൂ, പക്ഷെ ഐസ്ക്രീമും ജ്യൂസും ഒന്നും ഇഷ്ടമല്ല. കേട്ടല്ലോ.
ആരാ പറഞ്ഞേ? അല്ലെങ്കിൽ നാക്കി ജലദോഷം പിടിച്ചിട്ട് പിന്നെ ജലദോഷം പിന്നെ ഇങ്ങോട്ട് കൂടും. തൊണ്ടവേന വരൂലേ? വയ്യ. അവൾക്കത് കട്ട് ചെയ്ത് കൊടുത്തടാ, ഇതാ തന്നെ നല്ലത്. ആപ്പിള് ഏതില്? നാരങ്ങ വെള്ളമാണ് കലക്കാൻ പോണത്. ഉപ്പാണോ പഞ്ചസാരയാണോ ഏതാ വേണ്ടത്? എനിക്ക് പഞ്ചാര ആണെങ്കിലും കുഴപ്പമില്ല, ഉപ്പാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചിട്ടാ മതി. എന്തിനാ ആക്കുന്നീ? നമ്മുടെ ചിരി കണ്ടോ? ഉപ്പിട്ടാണ് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഉപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. കുടിച്ചു നോക്കാൻ മതിയോന്ന്. കുഞ്ഞാന്റെ വണ്ടിയിലുണ്ടോ? നോക്കട്ടെ മിഠായി കൊട്ടയിലുണ്ടോ? കൊട്ടയിലുണ്ടോ നോക്കട്ടെ. ഏത് സൈക്കിളോ? ബൈക്കില് കൊട്ടയില് ഇപ്പൊ കൊണ്ടുപോയി ഇതിനകത്തുണ്ടോ? നോക്കട്ടെ. അതിനകത്തുണ്ടാവാറില്ലേ? ഇപ്പൊ എന്ത് പറ്റി? അതൊക്കെ ഞാനാണ് അന്ന് സകല മിഠായി, ടോയ്സ്, എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടാവും. മധുരം ഉണ്ടോ? ഉപ്പാണ്. എനിക്ക് വേണ്ട. ഉപ്പ് ഇഷ്ടല്ലേ? ഇത്രയും ഉപ്പ് കിട്ടിട്ട് കുറെ അത് ഇത് ഞാൻ ഇട്ടതാണ്. ആരിട്ടാലും ശരി, ഉപ്പ് ഉപ്പ് തന്നെയല്ലേ? ഉപ്പ് പിന്നെ ഇത്രയും ഉപ്പല്ല, കുറച്ച് ഉപ്പ്. ഉപ്പ് വേണ്ട. ആണേ കുടിക്കട്ടെ, കൊടുക്കണ്ടേ? കുറെ കുടിച്ചോന്നപ്പാ. അപ്പൊ വേണ്ട, 2 ഗ്ലാസ് കുടിച്ചുപ്പാ. 2 ഗ്ലാസ് കുടിച്ചോ? മധുരം ഉണ്ടെങ്കിൽ വേണ്ടേ, ഞാൻ കുടിച്ചോളേ. മധുരം ഉണ്ടെങ്കിൽ ഇത്തിരി വയലൊക്കെ സുഖങ്ങളുണ്ടാവും. എനിക്ക് മുട്ടായി വേണേ. അതിന് ഡപ്പിയൊക്കെ കൊട്ടയിലുണ്ടാവേ. ആ വണ്ടി കൊണ്ടുപോണ കൊട്ടയില് കൊണ്ടുവരണ്ടേ? വാവ വണ്ടി കൊണ്ട് പുറത്ത് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരണേ. ഈസ് ഇറ്റ് ഷുഗർ? ഇയാൾ ഉപ്പിട്ട് കുടിച്ചോളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതാണ്. വെള്ളം നിറയെ കുടിക്കേണ്ടി വരും. കുടിച്ചോ കുടിച്ചോ. പറയാ നോക്ക് കുടിക്കണു. ആദ്യം മധുരം ഇട്ട് കൊടുത്തപ്പോ വേണ്ടാന്ന്, ഇപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തപ്പോ കുടിക്കണ്ട്. കണ്ട ചൊത്തൻ സൂപ്പറാണേ. ഇല്ല കുടിച്ചോളൂട്ടോ, നല്ലതാ. മരം വേണ്ട, ഉപ്പ് മതിയേ. ചൊത്തന ഇഷ്ടായി. ഇഷ്ടം കുടി കുടി കുടി. ഉപ്പ് മതി, ഉപ്പ് മതി. ഉപ്പ് മതി, ഉപ്പ് മതി. കൊണ്ടാ ഞാനും നോക്കട്ടെ. മധുരം ഇഷ്ടല്ല. മധുരം കഴിച്ചാൽ ഒരു വട്ടം കുടിച്ചു നോക്കി വേണ്ട വേണ്ട പറഞ്ഞ അവിടെ വെച്ചു പോയി. ഉപ്പിട്ടപ്പോ നല്ല രസമുണ്ടാവും. എന്തുണ്ടെങ്കിലും ഉപ്പിട്ട് കൊടുത്തായി. ചായ വേണമെന്നാ ഉപ്പിട്ട് കൊടുക്കുക, കാപ്പി വേണമെന്നാ ഉപ്പിട്ട് കൊടുക്കുക. കാപ്പിയും ചായയല്ല, ജ്യൂസ് ഉപ്പിട്ട് കുടിക്കല്ലേടാ. ആണോ? ഞാനാണിപ്പോ തേങ്ങ അടിച്ച ജ്യൂസ് കുടിച്ചു. നാരങ്ങ ജ്യൂസ്. അമ്മ ഞാനപ്പ അപ്പിടാൻ പോവാണ്. ഞാൻ അപ്പിട്ടിട്ട് നാണെന്നെ ഇപ്പൊ വത്താൻ പറഞ്ഞിട്ടാണ്. എന്തിനാ വിളിച്ചത്? നാക്കി വത്താൻ പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. അവൾക്ക് വീഡിയോ കോൾ ഇഷ്ടമല്ലാന്ന്, വോയിസ് കോളാണ് അത്ര അവൾക്ക് ഇഷ്ടം. അവൾ അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കണേ. അപ്പിടാൻ പോവാവേ. മാമേ വേഗം പോ. കളിയാക്കാനായിട്ട് ഇരിക്കുക. അച്ഛനെ കളിയാക്കി ചെന്നാ അല്ലെങ്കിൽ ഇത് കഴിച്ചാ get out. വാ. പോയി കുളിച്ചാ. ഇങ്ങോട്ട് വാ. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോ. പോയി കുളിക്കാൻ. അമ്മ വിളിക്കാനായിട്ടില്ലേ? ഇനി നമ്മുടെ ഇന്ന് ചീത്ത അയക്കണോ? ഇനി നമ്മുടെ ഇന്ന് ചീത്ത സൂര്യ വെച്ചു. അച്ഛന് പേടിയാണേ. അവ ചുറ്റിച്ചിട്ട് അവസാനം അച്ഛൻ വീണെന്ത് ചെയ്യും പറയേ. നല്ല ഉദ്യോഗം കേട്ടോ. വെറുതെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ടുള്ള ഓരോരോ അഭ്യാസങ്ങളല്ലേ ഇപ്പൊ ഇത്. ശരി, വാവക്കുട്ടിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന പാലാണ്. കാച്ചി വെക്കണായിരുന്നു. വൈകുന്നേരം കാച്ചാൻ വേണ്ടി നിന്നപ്പോഴേ സാധനം പിരിഞ്ഞു, ആകെ നാശമായി. അവര് ഫ്രീസറിൽ വെക്കണ സാധനമല്ലേ, നല്ല തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യണതില്. മൊത്തം കൊളായില്ലേ 2 പാക്കറ്റ്. അതെ, പാട്ടിനെ എടുക്കുമ്പോഴേ കഴിച്ചോളും. വായ തരുമ്പോ കഴിക്കാൻ വയ്യാണ്ടല്ലേ. പട്ടിനെ എടുക്കുമ്പോ പഠിച്ചോളൂ കേട്ടോ. പട്ടി എടുക്കുമ്പോ മനസ്സിലാവും. അമ്മേനെ പട്ടാക്കണം കേട്ടോ നമുക്ക്.
അച്ഛൻ തരൂട്ടോ കട്ടാക്കുമല്ലോ അച്ഛൻ നമ്മുടെ പോളിസി അതാണ്, അമ്മയ്ക്ക് വട്ട് കൊടുത്തില്ല, കഴിക്കരുത്. നമ്മളിങ്ങനെ ഇട്ടിട്ട് വട്ടം കറക്കണം കേട്ടോ. കഴിക്കാനും കഴിക്കില്ലേ വേണ്ട. ആ തീരുമാനമായില്ല, നമ്മുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അച്ഛൻ പറഞ്ഞ മനുഷ്യന് എത്ര നേരം എപ്പോ കഴിച്ചാലും ഇതെന്താ ഭാവേ? എന്താ എന്താണ് ഇതെന്താ? കുടുക്ക് കഴിഞ്ഞിട്ട് വാഷ് ബേസിലല്ലേ തുപ്പ ഇതിനകത്ത് വന്നിട്ട്? എന്നിട്ട് ഡ്രസ്സ് കൂടെ ഇവിടെ താഴത്ത് കൂടെ ഇവിടെ കുടുക്ക് കഴിഞ്ഞ് തുപ്പുക. ആ തുടച്ചോ തന്നെത്താനെ എന്തെങ്കിലും തുടങ്ങണോ അമ്മോ? ആരും പറയാണ്ട് തന്നെ. പാവം വാവ വാഷ് ബേസിനിൽ തുപ്പേണ്ടത് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ തുപ്പിട്ടിരിക്കുകയാണ്. അയ്യേ 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 അയ്യേ. അങ്ങനെ ഡിന്നർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ നേരെ കമ്പ്യൂട്ടർ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇന്നത്തെ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.